ഗുഡ് മോർണിംഗ്. 8ാം ക്ലാസ്സുകാരുടെ എ ഷിപ്പ്രെക്ഡ് സെയിലർ എന്നുള്ള ചാപ്റ്റർ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആക്ടിവിറ്റീസും എടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് തന്നിട്ടില്ല. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. ഓക്കെ, ഓൾറെഡി നിങ്ങൾ കുറേ പേരൊക്കെ അത് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ വിചാരിക്കുകയാണ്. അങ്ങനെ ചെയ്തവർ അത് തന്നെ നോക്കിയാൽ മതിയാവും. തീരെയും ശ്രമിച്ചിട്ടും തീരെയും കിട്ടുന്നില്ല എന്നുള്ളവർ മാത്രം വീഡിയോ കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നേരിട്ട് ചാപ്റ്ററിലേക്ക് കടക്കാം. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് നിങ്ങൾക്ക് പോർഷൻസിൻ്റെ തൊട്ട് താഴെയായിട്ട്, അതായത് കഥയുടെ താഴെയായിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാമല്ലോ. അവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ വാട്ട് ഹാപ്പൻ ടു ദി നെറേറ്റർ എന്നുള്ളതാണ്. എന്താണ് വാട്ട് ഹാപ്പൻ ടു ദി നെറേറ്റർ? അതിൽ എഴുതേണ്ടത് നമ്മൾ അബേസ് എഴുതണം, ബോബിങ്, കണ്ടംപ്ലേറ്റ്, അങ്ങനെ കുറേ വേർഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമുക്ക് എഴുതാം. ആൻസർ എന്താണ്? ദ ഷിപ്പ് ഇൻ വിച്ച് ദി നെറേറ്റർ ട്രാവൽഡ് വിത്ത് ഹിസ് മേറ്റ്സ് plunged into an abyss and disappeared in the Caribbean Sea. The narrator and his shipmates were floated on the sea. He had no idea what was happening. He took hold of one of the bobbing crates and stupidly began to contemplate the sea. ഒരു പ്രാവശ്യം കൂടി പറയാം. The ship in which the narrator traveled with his mates plunged into an abyss and disappeared in the Caribbean Sea. ടെക്സ്റ്റിനകത്തുള്ള വാക്കുകൾ തന്നെയാണ്. The narrator and his shipmates were floated on the sea. He had no idea what was happening. He took hold of one of the bobbing crates and stupidly began to contemplate the sea. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. What appeared reassuring to the narrator എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അവിടെ നിങ്ങൾക്ക് ചോപ്പിയും പ്രെഡിക്കമെന്റും എല്ലും ക്രേറ്റും ഒക്കെ തന്നിട്ടുണ്ട്. എന്താണ് ശരിക്കും സംഭവിച്ചത്? What appeared reassuring to the narrator? It was reassuring to know that all the sailors around him were in the same predicament. എല്ലാവരും ഇങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് എന്നുള്ളതാണ് അവിടുത്തെ സിറ്റുവേഷൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? I made it on the third try. What did the narrator do on the third try? I made it on the third try. What did the narrator do on the third try? മൂന്നാമത്തെ ട്രയൽ എന്താണ് മൂന്നാമത്തെ ട്രയൽ നടത്തിയെടുത്തത്? He struggled to grab the rigging and jump aboard. He made it on the third try. അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ. Then I saw 3 of my mates near the raft. Who were the 3 shipmates Velasco saw? 3 പേരെ കണ്ടെന്ന് പറഞ്ഞില്ലേ? ആരൊക്കെയാണ് ആ 3 പേരെന്നാണ്? കാസ്റ്റിലോ, കാരബെലോയും ലൂയിസ് റെഞ്ചിഫോയുമാണ് ആ 3 പേര്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കുഡ് വെലാസ്കോ സേവ് രമൻ ഹെരേറ? രമൻ ഹെരേറയെ സേവ് ചെയ്തോ? വൈ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്താണ് സേവ് ചെയ്തിരുന്നോ? ഇല്ല. No, he could not save Raman Herrera because the life raft was almost 2 meters long and it was a heavy lurching sea. So Velasco had to row against the wind. അതുകൊണ്ട് സാധിച്ചില്ല. അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ. What were Eduardo Castillo and Julio Amador Carabello doing? 2 പേരുണ്ട്. ആരായിരുന്നു? ഒരാളുടെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് മറ്റേയാൾ ഇരിക്കുന്നില്ലേ? ഏതാ? കാസ്റ്റിലോയും കാരബെല്ലോയുടെയും കാര്യമാണ്. അവരെന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? Carabello with Castillo clinging to his neck was struggling hard to swim towards the raft. Carabello with Castillo clinging to his neck was struggling hard to swim towards the raft. അടുത്ത 7th ക്വസ്റ്റ്യൻ. What kind of a man was Luis Rengifo? റെഞ്ചിഫോയുടെ ഒരു ക്യാരക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്താ പറയുന്നത്? Rengifo was a bold and confident man. He was always calm and serene. ആരുടെ കാര്യം? റെഞ്ചിഫോ. 8ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? What happened to Carabello and Castillo? കാരബെലോയ്ക്കും കാസ്റ്റിലോയ്ക്കും എന്താണ് സംഭവിച്ചത്? Carabello vanished with Castillo hanging on to his neck. അവർ രണ്ടുപേരും അപ്രത്യക്ഷരായി. അങ്ങനെ ആ നെക്കിൽ പിടിച്ചുകൊണ്ട് തന്നെ അപ്രത്യക്ഷരായി. അടുത്ത 9th ക്വസ്റ്റ്യൻ. What was the absurd thing done by the narrator? നെറേറ്റർ പറയുന്നില്ല എന്തോ അബ്സേർഡ് ആയിട്ടുള്ള ഒരു കാര്യം ഞാനവിടെ ചെയ്തു. എന്തുമായിരുന്നു? പിന്നെ തുഴയിൽ നങ്കൂരം ഇട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. കടലിൽ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും തുഴയെ നിയന്ത്രിക്കുകയും ചെയ്യുന്നത് അവരാണോ? അദ്ദേഹമായിരുന്നോ? അല്ല. എന്നിട്ട് പോലും അദ്ദേഹം അതിനെ നിയന്ത്രിക്കാനും അത് ആങ്കർ ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. He knew that he could not move forward, but he put the oar in the water as though trying to prevent the raft from moving, trying to anchor it in place. ഉണ്ടോ? അതിനെ മൂവ് ചെയ്യുന്നതിൽ നിന്നും പ്രിവെന്റ് ചെയ്യാനും അത് ആങ്കർ ചെയ്യാനും ഒക്കെ ശ്രമിച്ചു. അതൊക്കെ ആണ് എന്തെന്ന് പറഞ്ഞ അബ്സേർഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അടുത്തത് 10th ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? How did Amador and Castillo vanish? അവരെങ്ങനെയാണ് അപ്രത്യക്ഷരായത്? ആ സിറ്റുവേഷൻ നമുക്ക് പറയണം. എങ്ങനെയായിരുന്നു? Carabello was struggling with Castillo so that Castillo wouldn't let go of his neck.
They were less than 3 meters away from the raft. Velasco tried to hold out an oar for them to grab, but at that moment a gigantic wave lifted the raft. When Velasco came down again, Carabello had vanished with the Castillo hanging on to his neck. അല്ലേ, എന്താ ആ ജയജാൻറ്റിക് വേവ് വന്ന് ആരാണ്, വെലാസ്കോ അങ്ങ് ഉയർന്നു പോകുന്നു. അപ്പോൾ ആരുടെ അടുത്തേക്കായിരുന്നു, കരബെല്ലോയുടെയും കാസ്റ്റിലോയുടെ അടുത്തേക്ക് ആ ഓറ് നീട്ടി അങ്ങോട്ട് കൊടുക്കാനായിട്ട് ഇരുന്ന സമയമല്ലേ, ആ സമയത്ത് അങ്ങോട്ട് നീട്ടാനായിട്ട് പോകുന്നത്, കുറച്ച് ദൂരെ അവർ ആ റാഫ്റ്റ് തമ്മിൽ ഉണ്ടായിരുന്നുള്ളൂ, ആ സമയത്ത് നീട്ടാനായിട്ട് പോകുന്ന സമയത്ത് ഒരു ജയജാൻറ്റിക് വേവ് വന്നിട്ട് വെലാസ്കോയെ എന്ത് ചെയ്യുന്നു, ഉയർത്തിക്കൊണ്ടു പോകുന്നു. ആ വേവിൽ നിന്നും താഴെ ഇറങ്ങി വരുമ്പോഴേക്കും ഇവർ രണ്ടുപേരും അപ്രത്യക്ഷരായിരുന്നു. എങ്ങനെയാ, ആ നെക്കിൽ പിടിച്ചുകൊണ്ട് തന്നെ, ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ അപ്രത്യക്ഷരായിരുന്നു. അടുത്തത് 11th question. I made a last try. What was the last try made by Velasco? Was he successful in it? ഒരു ലാസ്റ്റ് ട്രൈ നടത്തി എന്ന് പറയുന്നു. എന്തായിരുന്നു ആ ലാസ്റ്റ് ട്രൈ? അതുപോലെ അതിൽ സക്സസ് ആയിരുന്നോ? എന്താണ് ആൻസർ? Velasco made a last try to hold out the oar for Rengifo could reach it, but the raised hand which a few minutes earlier sank forever less than 2 meters from the oar. രഞ്ജിഫോയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നില്ലേ, ആ സിറ്റുവേഷൻ ആണ് പറയുന്നത്. പക്ഷേ രഞ്ജിഫോയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ട് നടന്നോ? ഇല്ല, രഞ്ജിഫോ സാങ്കായി മുങ്ങിപ്പോവുകയാണ് ചെയ്തത്. സോ ഹിസ് അറ്റംപ്റ്റ് വാസ് നോട്ട് സക്സസ്ഫുൾ. അടുത്തത് 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഐ കെപ്റ്റ് സെർച്ചിങ് ദി വാട്ടർ ഹോപ്പിംഗ് ദാറ്റ് സംവൺ വുഡ് സർഫസ് സൂൺ. ഡിഡ് എനിവൺ കം ടു ദി സർഫസ്? വൈ? എന്താണ്, ഞാൻ സർഫസിലൊക്കെ നോക്കി ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി, പക്ഷെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? എന്തുകൊണ്ട്? ഉണ്ടായിരുന്നോ ആരെങ്കിലും? ഇല്ല. നോ, ഓൾ ദി ഷിപ്പ്മേറ്റ്സ് വെർ ഡ്രൗൺഡ്. എന്തായാലും എല്ലാവരും മുങ്ങിപ്പോയിരുന്നു. അടുത്തത് എന്താണ്? പിക്ക് ഔട്ട് ദ ഇമേജ് ദാറ്റ് ഡിസ്ക്രൈബ്സ് ദി സൺ. സണ്ണിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്ന ഇമേജ് എന്തായിരുന്നു? മിഡ് ഡേ സൺ എന്ന് പറഞ്ഞിരുന്നല്ലേ, ദി ഹോട്ട് മിഡ് ഡേ മെറ്റാലിക് സൺ എന്ന് പറഞ്ഞില്ലേ, അതാണ് ആൻസർ. അടുത്തത് എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? അടുത്തത് 14ാമത്തെ ക്വസ്റ്റ്യൻ. ബട്ട് ഐ ട്രൈ ടു റിസൈൻ മൈസെൽഫ് ടു ഇറ്റ്. വാട്ട് ഡിഡ് വെലാസ്കോ റിസൈൻ ഹിംസെൽഫ് ടു? എന്താണ്? It seemed an extraordinary long time to be alone the sea without food and water, so he tried to resign himself into it. അല്ലേ, ഒരുപാട് സമയം ഭക്ഷണവും വെള്ളമൊന്നും ഇല്ലാതെ ഇരിക്കേണ്ടി വരും. ആ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹം അഡ്ജസ്റ്റഡ് ആയി പോവുകയാണ്. അടുത്ത എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? 15th ക്വസ്റ്റ്യൻ. Why did Velasco splash water over his head? അദ്ദേഹത്തിന്റെ ഹെഡ് വഴി എന്ത് വാട്ടർ സ്പ്ലാഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ, എന്തുകൊണ്ടാണ്? The sun burned his head and skin which was dry and hardened by salt. Since he had no cap, he splashed water on his head. ക്യാപ്പ് പോലും ഇല്ല, നല്ല സൂര്യന്റെ ചൂട്, അങ്ങനെ ആയപ്പോഴാണ് അദ്ദേഹം എന്ത് ചെയ്തത്? സ്പ്ലാഷ് ചെയ്തത് വാട്ടർ. അടുത്തത് 16th ക്വസ്റ്റ്യൻ. ബട്ട് വെൻ ഐ ഡിഡ് ഐ വാസ് സ്റ്റാർട്ടിൽഡ്. വൈ വാസ് വെലാസ്കോ സ്റ്റാർട്ടിൽഡ്? എന്താണ്? because he saw a deep half moon shaped wound on the lower part of his knee. അല്ലേ, മുട്ടിന് താഴെയായിട്ട് ഹാഫ് മൂൺ ഷേപ്ഡ് ഡീപ്പ് ആയിട്ടുള്ള ഒരു വൂണ്ട് കണ്ടില്ലേ, ആ ഒരു സമയം. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? What were the items in the list of belongings of Velasco? വെലാസ്കോയുടെ ബിലോങ്ങിങ്സ് എന്തൊക്കെയായിരുന്നു? ലിസ്റ്റ് എന്തൊക്കെ ഉണ്ടായിരുന്നു സാധനങ്ങൾ? A watch, a gold ring, a chain with a medal of the Virgin of Carmen, keys to his locker on the small ship and 3 business cards. ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ ബിലോങ്ങിങ്സിൽ ഉണ്ടായിരുന്നത്. ഇത്രയുമാണ് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ്. കാര്യം ഇതും അതും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴൊന്നും അപ്ലോഡ് ചെയ്ത് തീരത്തില്ല, അതുകൊണ്ടാണ് രണ്ടായിട്ട് ഇട്ടത് കേട്ടോ. അല്ലെങ്കിൽ തന്നെ ആക്ടിവിറ്റീസിൻ്റെ വീഡിയോ എനിക്ക് തോന്നുന്നു 59 മിനിറ്റോളം ഉണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യാതെ, മറ്റ് ഗ്രാമർ പോർഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ അത്രയും ഉണ്ട്. അത് തന്നെ രണ്ടായിട്ട് ഇടേണ്ടതാണ്. അതുകൊണ്ടാണ് ഇത് വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടത്. ഓക്കെ, നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം, എപ്പോഴും പറയാനുള്ള സെയിം കാര്യം തന്നെ, ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ഡിസ്ക്രിപ്ഷനിൽ നോക്കുക. ഡിസ്ക്രിപ്ഷനിൽ നോക്കാൻ അറിഞ്ഞുകൂടാത്തവർ ഒരു പ്രാവശ്യം കൂടി നോക്കുക. ഈ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് താഴേക്ക് നോക്കുക, അവിടെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും. നിങ്ങളുടെ ആക്ടിവിറ്റീസിൻ്റെ വീഡിയോ ചെയ്തില്ലേ, ഇപ്പോൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത നിങ്ങളുടെ ആക്ടിവിറ്റീസിൻ്റെ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് തരുമെന്ന്. ഒരു പ്രാവശ്യം കൂടി പറയാണ്, ഡിസ്ക്രിപ്ഷനിൽ കയറുക. പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് അവിടെ ഉണ്ട്, ബ്ലൂ കളറിലാണ് ഉള്ളത്. അവിടെ കയറിയതിന് ശേഷം നിങ്ങൾക്ക് ഏതൊക്കെ ഗ്രാമർ പോർഷൻസ് ആണ് വേണ്ടുന്നത് അതെല്ലാം പ്ലേ ലിസ്റ്റിനകത്ത് ഉണ്ട്. അതൊന്ന് കയറി അത് നിങ്ങൾ കയറി നോക്കുക. ഓക്കെ, ഗ്രാമർ പോർഷൻസിൻ്റെ ലിങ്ക് ഞങ്ങളവിടെ തന്നിട്ടുണ്ട്. ഇനി നിങ്ങളുടെ പറയാനുള്ളത്, നിങ്ങളുടെ എല്ലാ ക്ലാസ്സുകളും ഇതുപോലെ നമ്മൾ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കയറി നോക്കുക, ഏതൊക്കെ എടുത്തിട്ടുണ്ട്
ചെയ്യുന്നതെന്ന് അപ്പം മനസ്സിലാവും. ഇനി നിങ്ങളുടെ സോഷ്യലാണ് എടുക്കാൻ പോകുന്നത്. സോഷ്യലിൻ്റെ 4th ചാപ്റ്ററിൻ്റെ ബാലൻസ് പോർഷൻ അതും കൂടി കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെയും സോഷ്യലിൻ്റെയും കുറേയേറെ പോർഷൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ ചാപ്റ്റർ ആയിരിക്കും അടുത്ത നമ്മൾ എടുക്കുന്നത്. ഒരു പോയമാണല്ലേ, പോയമായിരിക്കും അടുത്ത് എടുക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ വേറെ സബ്ജക്ട്സിൻ്റെ റിക്വസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഒട്ടും സമയം കിട്ടാഞ്ഞിട്ടാണ്. സമയം കിട്ടുവാണെങ്കിൽ നമ്മൾ ശ്രമിക്കാം എന്ന് പറയുന്നുണ്ട്. ദിവസേന ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ നമുക്ക് അത്രയും സമയം കിട്ടുന്നില്ല. അത് തന്നെ മാക്സിമം ഞങ്ങൾ ശ്രമിച്ചിട്ടാണ് ചെയ്യുന്നത്. മറ്റ് ക്ലാസ്സുകളും എടുക്കുന്നുണ്ട്, ഒരുപാട് ക്ലാസ് 4 തൊട്ട് +2 വരെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ക്ലാസ്സിനെ പറ്റി നല്ല അഭിപ്രായം പറയുന്നുണ്ട്, വളരെ സന്തോഷമുണ്ട്. മനസ്സിലാവാത്ത ഏതെങ്കിലും കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ക്ലാസ്സുകളോ ഒക്കെ കയറി കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ ടൈം ഒരിക്കലും വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. എൻ്റെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ താഴെ ഇടുക. ഓൾ ദി ബെസ്റ്റ്.